ഇന്ത്യക്ക് മേൽ ഇരട്ടി തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മാത്രമല്ലെന്ന് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നു. വ്യാപാര കരാർ ചർച്ചകൾ ഇന്ത്യ വലിച്ചിഴച്ചെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്ത് പറയുന്നു. ഇപ്പോൾ ഇനി പുതിയ വ്യാഖ്യാനങ്ങളുമായി അവർ വരികയാണ്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. മധു, ശരിക്കും നമുക്ക് ശരിക്കും വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. അതേസമയം അമേരിക്കയ്ക്കും ഇത് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇന്ത്യയെ പോലെ രാജ്യത്തിൻ്റെ പിന്തുണ കുറയാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയും ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനത്തിന്റെ പുതിയ കാരണങ്ങൾ പുറത്തു വരികയാണ്. റഷ്യയുടെ എണ്ണ മാത്രമാണ് ഒരു കാരണം എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ വ്യാപാര കരാർ ചർച്ചാ വേളയിൽ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ വ്യാപാര കരാർ ഉണ്ടാക്കുവാനായിട്ട് ആദ്യം മുന്നോട്ട് വന്ന ഒരു രാജ്യം ഇന്ത്യയായിരുന്നു. അതിവേഗം ഇന്ത്യയുമായി ഒരു കരാർ സാധ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അമേരിക്ക തുടക്കത്തിൽ വെച്ച് തന്നെ പുലർത്തിയിരുന്നു. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ത്യയുടെ പേര് എടുത്തു പറഞ്ഞ വലിയ പ്രസ്താവനകൾ ഇതിന്റെ തുടക്കത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. മെയ് ജൂൺ മാസത്തോടെ വ്യാപാര കരാർ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ത്യ ഈ കരാറിനോട് ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്ത് ഇന്ന് പറഞ്ഞത്. ഇന്ത്യ ചർച്ചകളിൽ അമേരിക്കയെ കൊണ്ട് കൂടുതൽ സമയമൊക്കെ ചെലവഴിപ്പിക്കുന്നുണ്ടായിരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ വലിയ ലാഭം നേടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അധിക താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും US തമ്മിലുള്ള തർക്കം വർദ്ധിച്ചു വരുന്നു എന്ന് അദ്ദേഹം ഒരു വശത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സ്കോട്ട് ബെസന്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, US ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഒരുമിക്കും എന്നാണ് അദ്ദേഹം കരുതുന്നതെന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതുമാത്രമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം സെപ്റ്റംബർ അവസാനത്തോടു കൂടി ന്യൂയോർക്കിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സ്കോട്ട് ബെസന്ത് തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ചില സമ്പന്ന കുടുംബങ്ങളിലേക്കാണ് റഷ്യൻ എണ്ണയുടെ ലാഭം പോകുന്നതെന്ന് പറഞ്ഞു. ഇന്ന് അത് സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ മുകേഷ് അംബാനിയുടെ പേര് പറഞ്ഞും അദ്ദേഹത്തിന്റെ ഫാക്ടറിയുടെ പേര് പറഞ്ഞും കൂടുതൽ തെളിവുകൾ സാറ്റലൈറ്റ് പിക്ചേഴ്സിന്റെ സഹായത്തോടു കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ തോതിൽ ഈ റിലയൻസിന്റെ ഫാക്ടറിയിലേക്കും അതുപോലെ റഷ്യക്ക് ഉടമസ്ഥാവകാശമുള്ള നയാര എനർജിയിലേക്കും വന്നിട്ട് കൂടുതൽ ലാഭത്തിന് ഇത് മറിച്ചു വിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.